അടിപൊളി ടേസ്റ്റിൽ നെയ്മീൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അപ്പോൾ ആദ്യം തന്നെ ചട്ടിക്ക് പകരം ഞാനിവിടെ ഉരുളിയാണ് കേട്ടോ വെച്ചേക്കുന്നത്. കാര്യം ചട്ടി ചെറുതായതുകൊണ്ട് നമുക്ക് ഉരുളിയിൽ വെച്ചാൽ കുറേ അധികം വെച്ചിട്ട് ഇത് തലേ ദിവസം കൂട്ടുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. ഉലുവയും കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് അടുത്ത ഐറ്റം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് കേട്ടോ. അത് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് അതൊന്ന് പച്ചമണം മാറുന്നിടം വരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം കുറച്ച് ചുവന്നുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അതിനുശേഷം ചുവന്നുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തത് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു തക്കാളിയാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് അതൊന്ന് വഴണ്ട് വരുന്നിടം വരെ ഇരിക്കും. അതിനുശേഷം ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പൊടി ഐറ്റംസുകൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് തീ കുറച്ച് വെക്കണം കേട്ടോ. അതിന് ശേഷം ഇത് നന്നായിട്ട് വറുക്കണം. വറുത്തതിന് ശേഷം ആ പച്ച മണമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് കുടംപുളി ഉണ്ടല്ലോ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലോട്ട് നെയ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് കേട്ടോ നെയ്മീൻ. മീനുകളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് നെയ്മീൻ. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളിയായിട്ട് ചോറുണ്ണും. പക്ഷേ ഇവിടെ മേടിക്കുന്ന മീനൊന്നും വലുതായിട്ട് എനിക്ക് ഇഷ്ടമൊന്നുമല്ല. പക്ഷേ ഇന്നത്തെ മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നാണ്ട് നല്ല അടിപൊളി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തലേദിവസം കൂട്ടാനാണ് കേട്ടോ അടിപൊളി. അപ്പോൾ നമ്മളെ നെയ്മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് ഞാൻ വീണ്ടും തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നെയ്മീൻ കറിയും കൂട്ടിയാണ് ചോറുണ്ണുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ മരച്ചീനിയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ബൈ.